കേരളത്തിലെ കോൺഗ്രസിന് എന്തോ കുഴപ്പമുണ്ട്, എന്തോ ശാപം പോലെ. കവിടി നിരത്തി നോക്കി പരിഹാരം കണ്ടെത്തുന്നത് നന്നായിരിക്കും. പഴഞ്ചൊല്ലിലൂടെ പറഞ്ഞാൽ പാവി ചെല്ലുന്നിടം പാതാളം, ആലിൻകായ് പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്നൊക്കെ പറയാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അടുത്ത തവണ UDF ഭരണം പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ. അതിനിടയിലാണ് നായകൻ പിണറായിക്ക് വേണ്ടി ഒരു കാമിയോ വേഷം പ്രത്യക്ഷപ്പെട്ടത്. നായകനെ രക്ഷിക്കാൻ വരുന്ന കാമിയോ റോളിൽ വരുന്ന ടിഷും ടിഷും എന്ന് ഇടിച്ചു നിരപ്പാക്കുന്ന ഒരു കഥാപാത്രത്തെ പോലെ ഒരു നരസിംഹ അവതാരം പ്രത്യക്ഷപ്പെട്ടു. ആ അവതാരത്തിന്റെ പേര് മണിശങ്കർ അയ്യർ. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും കോൺഗ്രസ് നേതാക്കൾക്ക് നിശ്ചയമില്ല. കഴിഞ്ഞ ദിവസം പിണറായിയെ വാനോളം പുകഴ്ത്തി അയ്യർ കോൺഗ്രസിനെ വെട്ടിലാക്കി. പിന്നാലെ അയ്യർ ഇപ്പോൾ കോൺഗ്രസിൽ ഇല്ലെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കേണ്ടതില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഇതോടെ മണിശങ്കർ അയ്യർ പ്രകോപിതനായി. ശശി തരൂർ ഓന്തിനെ പോലെയാണ്, ഗുണ്ടയാണ് KC വേണുഗോപാൽ എന്നൊക്കെ പറഞ്ഞ് അയ്യർ കോൺഗ്രസ് നേതാക്കളെ ഓടിച്ചിട്ടിരിക്കുകയാണ്. ചെന്നിത്തലയ്ക്കും അദ്ദേഹം മറുപടി നൽകി. ചെന്നിത്തലയേക്കാൾ മുതിർന്ന നേതാവാണ് താനെന്നാണ് മണിശങ്കർ അയ്യർ ചെന്നിത്തലയ്ക്ക് മറുപടി നൽകിയത്. ചെന്നിത്തലയെയോ തരൂരിനെയോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസിന് ജയിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, പിണറായി വിജയൻ അനുകൂലമായി നടത്തിയ പ്രസ്താവനയിൽ മണിശങ്കർ അയ്യർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഞാനൊരു ഗാന്ധിയനാണ്, എനിക്ക് സത്യം പറഞ്ഞേ പറ്റൂ, സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് കേട്ടു, അതിനുശേഷമാണ് പിണറായി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത്, അല്ലാതെ വെറുതെ പറഞ്ഞതല്ല. നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു സർക്കാർ എങ്ങനെയാണ് വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുകയെന്നും മണിശങ്കർ അയ്യർ ചോദിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ വാനോളം മണിശങ്കർ അയ്യർ പുകഴ്ത്തി. എനിക്കറിയാവുന്ന മികച്ച സെക്യുലർ സോഷ്യലിസ്റ്റാണ് സതീശൻ. സതീശനെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കണം, ഇല്ലെങ്കിൽ ഉറപ്പായും വീണ്ടും പിണറായി വരും. ചെന്നിത്തലയെയോ തരൂരിനെയോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസിന് ജയിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. LDFന് വേണ്ടി മണിശങ്കർ അയ്യരെ ചാത്തന്മാർ കൊണ്ടുവന്നതാണോ? മുഖ്യമന്ത്രിയാവാൻ കുപ്പായം തുന്നിയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ അറഞ്ചം പുറഞ്ചം തല്ലുകയാണ് മണിശങ്കർ അയ്യർ. KC വേണുഗോപാലും കിങ്കരന്മാരുമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് വ്യക്തം. എത്രയോ നല്ല നേതാക്കളാണ് കോൺഗ്രസ് പാളയം ഉപേക്ഷിച്ചത്. യുവരാജാവ് രാഹുലിന് വേണ്ടി സ്തുതി പാടുന്ന നേതാക്കൾ മാത്രമായി കോൺഗ്രസ് മാറി. കപിൽ സിബലും ഗുലാം നബി ആസാദും മണിശങ്കർ അയ്യറും എല്ലാം അനഭിമിതരായി. രാഹുലും കുറച്ച് ഉപഗ്രഹങ്ങളും മാത്രമായി കോൺഗ്രസ് ചുരുങ്ങി. അതിൻ്റെ കലിപ്പാണ് അയ്യർ തീർക്കുന്നത്.